നമ്മുടെ കേരളത്തിൽ പെന്തക്കോസ്തിൻ്റെ ഉപദേശം ഇത്രത്തോളം ശക്തിയായി വേര് പിടിക്കാൻ അക്കാലത്ത് സാധിച്ചത് എങ്ങനെയാണെന്നൊരു ചോദ്യം ചോദിച്ചില്ലേ? അത് ഒരു സാധാരണ ചോദ്യമല്ല. അതിന് നല്ല ഒരു മറുപടി വിസ്തൃണമായിട്ട് തരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1920-ൻ്റെയും 1930-ൻ്റെയും ഇടയിലാണ് പെന്തക്കോസ്തിൻ്റെ ഒരു യഥാർത്ഥമായ കാഴ്ചപ്പാടിൽ കൂടെ ഉള്ളതായ ഒരു ഉണർവ് നമ്മുടെ കേരളത്തിൽ വലവീശിയത്. തീർച്ചയായിട്ടും 18-ാം നൂറ്റാണ്ട് മുതൽ അനേക ഉണർവ് രാജ്യത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ തിരുനെൽവേലിയിൽ, മദ്രാസിൽ, മധുരയിൽ, വടക്കേന്ത്യയുടെ പല ഭാഗങ്ങളിൽ എന്ന് വേണ്ട പല സ്ഥലത്തും, തൃശ്ശൂരും, അവിടെയെല്ലാം ഒരുപാട് ഉണർവ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നും വലിയ ചലനങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. 1920-നും 30-നും ഇടയ്ക്കുള്ള ഇതര സഭകളുടെ ഒരു വലിയ ശക്തമായ മുന്നേറ്റം, അത് ജനങ്ങളിൽ കുറച്ച് പ്രത്യാശ കൊടുക്കുന്ന മുന്നേറ്റമായിരുന്നു. എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രത്യാശ എന്ന് പറഞ്ഞാൽ അന്നത്തെ ജനങ്ങളുടെ മാനസികാവസ്ഥ ഇന്ന് നമ്മൾ കാണുന്ന പെന്തക്കോസ്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ പോലെയുള്ള ഒരു അവസ്ഥയല്ല, വ്യത്യസ്തമാണ്. കാരണം അന്ന് രാജ്യം ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. നമ്മൾ ബ്രിട്ടീഷിൻ്റെ മേൽക്കോയ്മയിൽ, ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിൽക്കുന്ന, അതേസമയം ഏകാധിപത്യങ്ങളെ പോലെ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യം പോലെ ഉള്ള മനോഭാവത്തിൽ മനുഷ്യരോട് ഇടപെടുന്ന നാട്ടുരാജാക്കന്മാർ. ഇവരുടെ രണ്ടിൻ്റെയും മധ്യത്തിൽ ക്രിസ്തീയ ആശയമുള്ള ലോകം ഒരുപാട് ഞെരുങ്ങി. റിയലി ദേ നീഡ് എ ഫ്രീഡം, either from politically or spiritually, whatever it comes. They were looking for they were wandering for a freedom. അവരുടെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യമായ ഒരു ആശയത്തിനും ഉച്ചാരണത്തിനും അല്ലെങ്കിൽ ഒരു പുറപ്പെടലിനും ജനങ്ങൾ കൊതിച്ച സമയമാണ്. യെസ്, ഈ മാനസികാവസ്ഥയെ മുതലെടുത്തും കൊണ്ടോ അല്ലയോ നമ്മുടെ ഇടയിൽ നിന്നുള്ള അനേക പെന്തക്കോസ്ത് ഇതര ദീർഘദർശികൾക്ക്, ദീർഘദർശി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് തമിഴിൽ വരുമ്പോൾ അത് പ്രവാചകന്മാരാണ്. ഇല്ല, മലയാള അർത്ഥത്തിൽ തന്നെ ദീർഘമായ ദൃഷ്ടിയുള്ള ചില ജ്ഞാനികളായിട്ടുള്ള അപ്പോസ്തലന്മാർ അക്കാലത്ത് എഴുന്നേറ്റ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യാശയെ വളരെ വേഗം മനുഷ്യർക്ക് സ്വാധീനമാക്കുവാൻ സാധിക്കുന്നതായ, അഥവാ ക്രിസ്തുയേശുവിൽ കൂടെ മനുഷ്യർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ ആ സ്വർഗീയ ലോകത്തെ പ്രാപിക്കുവാനുള്ള കാത്തിരിപ്പ് അധികം നീളുന്നില്ല, പെട്ടെന്ന് സംഭവിക്കും. ഇറ്റ് ഈസ് ലൈക്ക് സം സോർട്ട് ഓഫ് ഇമിനന്റിസം. യെസ്, ദേ വെർ റിയലി ഇമിനന്റിസ്റ്റ്. ആ പ്രാസംഗികൾ തീർച്ചയായിട്ടും അവരൊരു ഇമിനന്റിസം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് സംഭവിക്കുവാൻ പോകുന്ന ഒരു കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് നല്ല രീതിയിൽ പ്രസംഗിച്ച് മനുഷ്യ ഹൃദയങ്ങളിൽ അതിനെ സ്ഥാപിക്കുവാൻ, വളർത്തിയെടുക്കുവാൻ അവരെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. യെസ്, ഇന്നത് സാധിക്കുന്നില്ല. ഇന്ന് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാർഡ് ജോബ്. കാരണം മനുഷ്യർ ഒരുപാട് പ്രസംഗം കേട്ടു, ഒരുപാട് അനുഭവങ്ങളിൽ കൂടെ മനുഷ്യർ കടന്നുപോയി. അവർക്ക് ഒരുപാട് ചിന്തിച്ചതിന് ശേഷം വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ സാമൂഹികമായിട്ടുള്ള ഒരുപാട് വളർച്ചകൾ ഇന്ന് കൈവരിച്ചു. അന്ന് വളർച്ചകളില്ല, സമൂഹത്തിൽ നമുക്ക് സ്ഥാനമില്ല, നമ്മൾ എണ്ണപ്പെടുന്നില്ല, സമൂഹത്തിൽ ഒന്നുമല്ലാത്ത രീതിയിലുള്ള ഒരു മൂവിങ് ആണ്. എവിടേക്കൊന്നും അറിയില്ല. എന്നാൽ അറിയപ്പെട്ടതും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ചില രാജാക്കന്മാരെ പ്രീതിപ്പെടുത്തിപ്പോയതായ, അവരിൽ നിന്ന് ബഹുമാനം പ്രാപിച്ചു വന്നതായ ചില കുടുംബങ്ങളിൽ അല്പമായിട്ടുള്ള ചില ഭേദങ്ങൾ ഉള്ളതിൽ കവിഞ്ഞ് ഏതാണ്ട് 80% ഓഫ് കമ്മ്യൂണിറ്റി വെയർ ഗോയിങ് ത്രൂ സോ മെനി ഡിഫിക്കൽട്ടീസ്.
യെസ്, അനേക പ്രശ്നങ്ങളിൽ കൂടെയും കഷ്ടങ്ങളിൽ കൂടെയും യാതനകളിൽ കൂടെയും കഴിഞ്ഞു പോയ കാലമാണ്. ഒന്നാമത്തെ കാര്യം ഹൗസ്. ഒരു ചോരാത്ത ഭവനം ഇല്ലാത്തവരാണ് കൂടുതലും. 80% എന്നല്ല, 90% എന്നും കൂടെ നിങ്ങൾക്ക് പറയാം. അന്നത്തെ കാലത്ത് നമ്മൾ ഇന്നാണെങ്കിൽ അതിന് ഷീറ്റും ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞു, നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അന്നത്തെ കാലത്ത് ഓല കെട്ടി കൊണ്ടുവന്ന് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് ഒരു മാസത്തോളം വെള്ളത്തിനകത്ത് കിടന്ന് അതിൻ്റെ പുളിയെല്ലാം മാറി എന്നിട്ട് ആ ചേറിനകത്തുനിന്ന് വലിച്ചു വാരിക്കൊണ്ട് വന്ന് വീട്ടുമുറ്റത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കൊക്കെ മുൻപിലിട്ട് അത് മെടഞ്ഞ് എടുത്ത് അതിനുശേഷം അത് ഉണക്കി അടുക്കി വെച്ചിട്ട് വേണം ഒരു വർഷം മുഴുവനും അത് ചോരാതെ കഴിയുവാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ. ഈ ചോർച്ചയുള്ള ഭവനം തന്നെ മനുഷ്യരെ അങ്ങ് തികച്ചും അസ്വസ്ഥരാക്കുക. ഒരു വലിയ വീട് പണിയാനൊക്കത്തില്ല, തികച്ച് എത്ര ചെറുതായിരിക്കാമോ, കാരണം മേയണ്ടേ. വലിയ വീടുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ട്. അവിടെ കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ടെങ്കിലേ പറ്റൂ. കാരണം ഈ ഓല മെടയുവാൻ ആൾ വേണം. ഈ ഓല മെടഞ്ഞ് കൊണ്ട് കെട്ടുവാൻ ഒരു വർഷത്തിൽ എനിക്ക് തോന്നുന്നു 2-3 മാസം, ആകെ ഒരു വർഷത്തിന് 12 മാസമേ ഉള്ളെങ്കിൽ 3-4 മാസം വീടിൻ്റെ ചോർച്ച ഇല്ലാതെ കഴിയുന്നതിന് വേണ്ടിയുള്ള ഒരു മഴക്കാലത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസാണ്. അതായിരുന്നു കേരളത്തിലെ അവസ്ഥ. കേരളത്തിലെ തന്നെയല്ല, തമിഴ്നാട്ടിലും മറ്റിടങ്ങളിലെ പലയിടങ്ങളിലും അത് തന്നെ. എന്നാൽ ആന്ധ്രാപ്രദേശിലോട്ടൊക്കെ പോകുമ്പോൾ അവിടെ കടപ്പ കല്ലുകൾ കൊണ്ട് പാകി അവരതിന് കുറച്ച് പരിഹാരം കണ്ടെത്തി. വേറെ ചില ഇടങ്ങളിലൊക്കെ വടക്കേന്ത്യയുടെ ഭാഗത്തേക്ക് പോകുന്ന ഉടനെ ഏതാണ്ട് 4-5 വർഷം നിൽക്കുന്ന പുല്ലുകൊണ്ടുള്ള മേച്ചിൽ അവർ. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ യാതന അനുഭവിച്ചത് കേരളമാണ്. കേരളത്തിൽ അങ്ങനെയുള്ള ഒരു ഡിവൈസസും ഇല്ലായിരുന്നു. അത് വളരെ കുറച്ച് ഇടങ്ങളിൽ മാത്രം ഓടെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കൊല്ലത്തു നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നുമൊക്കെ അവിടെ നിന്ന് ആലുവയിൽ നിന്നൊക്കെ ഓട് വരണം. ആ ഓടിന് വലിയ വിലയാണ്. അപ്പോൾ ആ ഓടിടുന്ന ഒരു സംവിധാനം തന്നെ വലിയ ഒരു ചെലവേറിയ കാര്യമാണ്. സാധാരണക്കാരനിലേക്ക് അതൊന്നും ഇറങ്ങി വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം വീടിൻ്റെ കാര്യത്തെക്കുറിച്ച് വിവരിക്കുകയല്ല. ഇതൊക്കെ മാനുഷിക ജീവിതത്തിൽ മുന്നോട്ട് പോകുന്തോറും ഓരോ കുഞ്ഞുങ്ങൾക്കും ഭവനമുണ്ടാക്കുന്നതും അവർക്കുള്ള ഒരു ദർശനം ഇതിലെല്ലാം വളരെ മങ്ങലേൽപ്പിച്ച് ജീവിതത്തോട് മുരടിച്ച് വരുന്ന കാലം. ഒരു കൂട്ടം ജനങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോടുന്നു. എന്നാൽ വേറെ ഒരു കൂട്ടം ജനങ്ങൾ ഒരു ഉയർച്ചയും ഇല്ലാതെ താണു പോവുകയാണ്. മിഡിൽ ക്ലാസ് ജനങ്ങൾക്ക് വളരെ അധികം കഷ്ടം. ഒരു വരുമാനവുമില്ല, കൃഷി ഇല്ല. കൃഷിയെല്ലാം പുരയിടങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ അന്ന് രാജാവിൻ്റെയാണ് ദേശം മുഴുവനും. വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ കുറച്ച് പുരയിടമൊക്കെ അവകാശമായിട്ടുള്ളത്. കൃഷി ചെയ്യാനുള്ള ഭൂമിയില്ല, കൃഷി ചെയ്താൽ ഫലവുമില്ല. അത് ഇന്നത്തെ പോലെ രാസവളങ്ങളൊന്നും കിട്ടത്തില്ല. പിന്നെ കന്നുകാലി വളർത്തുകളൊന്നും അത്ര വലിയ ആദായ സൂത്രമൊന്നും ആയിരുന്നില്ല. ഇന്നൊക്കെ മിൽമയും മറ്റുള്ളതെല്ലാം ഒക്കെ ഉള്ളത് കൊണ്ട് പാൽ എവിടെങ്കിലും കൊണ്ടു കൊടുക്കാമല്ലോ. മറ്റേ അതുപോലും ഇല്ല. ഒരു വീട്ടിലേക്കൊക്കെ വാങ്ങിക്കുന്ന നാഴിപ്പാലാണ്. അതിൽ കൂടുതൽ നാഴിപ്പാലും ഇടങ്ങഴിപ്പാൽ വാങ്ങിക്കുന്ന വീടുകളൊക്കെ വളരെ കുറവാണ്. ചിലപ്പോൾ 2 തുടം പാല് വരെ പോയി വാങ്ങിച്ചുകൊണ്ട് 1 തുടം പാല് ഗ്ലാസ്സിനകത്ത് പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്ന കുടുംബമുണ്ട്. ഒരു ചായ അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ദരിദ്രമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പെട്ടെന്നുള്ളതായ ഒരു വിടുതൽ ഇന്ന് നാം കാണുന്നത് പോലെയുള്ള ഒരു അഭിവൃദ്ധി ദേശത്തിനുണ്ടാകുമെന്ന് മനുഷ്യന് വിചാരമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി. അവിടെ നമ്മുടെ ഒരു ദൈവദാസൻ പ്രസംഗിച്ചതുപോലെ അവിടെ പൊന്നൂഞ്ഞാലുണ്ട്. അവിടെ നമ്മൾ പാല് കുടിക്കുന്നതെല്ലാം സ്വർണ്ണക്കപ്പിലാണ്. അത് സ്വർണ്ണ പ്ലേറ്റിൽ സ്വർണ്ണ സ്പൂണ് കൊണ്ടാണ് നമ്മൾ ഓരോന്നൊക്കെ കഴിക്കുന്നതൊക്കെ കേട്ടുമ്പോൾ ഇത്ര പട്ടുമെത്തയിൽ ഇരുന്ന് ആറാടുന്നതും ഊഞ്ഞാലാടുന്നതും ഒക്കെയുള്ള ആ വാഗ്ദാനങ്ങളൊക്കെ കേട്ടപ്പോൾ ഇവിടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഊഞ്ഞാൽ സ്വപ്നം പോലും കണ്ടിട്ടില്ല. കാട്ടുവള്ളി കൊണ്ട് ഊഞ്ഞാലാട്ടിയ ഓണത്തിന് മാത്രം കുഞ്ഞുങ്ങളെ ആട്ടിക്കൊണ്ടിരുന്ന ജനങ്ങൾക്ക് പൊന്നുകൊണ്ടുള്ള ആ ചെയിൻ, അതായത് പൊൻചങ്ങല കൊണ്ട് ഉണ്ടാക്കിയതായ തളികമേൽ ഇരുന്ന് ഊഞ്ഞാലാടാമെന്നൊക്കെ പറഞ്ഞപ്പോൾ
അതിൻ്റെ ആ അലങ്കാരിത ഭാഷ അവതരിപ്പിച്ചവർക്കൊക്കെ വളരെ ജയം കൊയ്തു. ജനങ്ങൾ എടുത്ത് ചാടി. അപ്പന് മക്കളും കുഞ്ഞുങ്ങളും ഭാര്യയും എല്ലാവരും ഒന്നും ലോകത്തിൽ ഒന്നും വേണ്ട, കർത്താവിനെ പിൻപറ്റിയാൽ മതി എന്ന് പറഞ്ഞ ജനങ്ങൾ ധാരാളം ക്രിസ്തീയ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ കാണുവാൻ വേണ്ടി അവരടുത്തു വന്നു. അവർ പ്രതീക്ഷിച്ചത് ആ വർഷം തന്നെ, അല്ലെങ്കിൽ ആ മാസങ്ങളിൽ, ആ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവുണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചത്. പ്രത്യേകിച്ച് ഈ അന്ത്യനാളിൽ ഞാൻ സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും എന്നുള്ള വചനം എടുത്തുകൊണ്ട് പ്രാസംഗികൾ അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. എന്തൊരു പ്രസംഗമായിരുന്നു! അയ്യോ, ഞാൻ കേട്ടിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും ഓർത്തിരുന്ന. അപ്പോൾ അന്ന് അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന അന്ത്യകാലം, ലാസ്റ്റ് ഡേയ്സ് എന്നുള്ളതായ കൺസെപ്റ്റ് ഈ ലോകത്തിൻ്റെ തന്നെ അന്ത്യം എന്നുള്ള ഒരു നിർവചനത്തിലാണ് അവർ കൈക്കൊണ്ടത്. എന്നാൽ അതിന് വ്യത്യസ്തതയുണ്ടായി. ഓരോരോ തലമുറകളുടെയും യുഗങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും വാഴ്ചകളുടെയും അല്ലെങ്കിൽ ഓരോരോ കാലങ്ങളുടെയും തികവിനെയാണ് അത് കാണിക്കുന്നത് എന്നുള്ളതായ ഒരാശയം അന്ന് ഉൾക്കൊള്ളുവാനുള്ള ഒരു വളർച്ചാ ബോധം അന്നുണ്ടായില്ല. അപ്പോൾ ജനങ്ങൾ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുമെന്നൊക്കെ യോവേലിൻ്റെ പ്രവചനത്തിൽ നിന്നൊക്കെ എടുത്തങ്ങോട്ട് വിവരിക്കുമ്പോൾ ഇത് അന്ത്യകാലമാണ്. കേൾക്കുന്നത് മുഴുവനും അത്ഭുതങ്ങൾ കാണുന്നത്, രോഗികൾ സൗഖ്യമാകുന്നതും പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയുന്നതും ഒക്കെ, അന്യഭാഷയിൽ സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ അന്യഭാഷ ഇത് 1-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തീയ തലങ്ങളിൽ വിളങ്ങിയിരുന്നെന്നും അതുണ്ടായിരുന്നെന്നും ഒക്കെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. അത് പുതുതായി കിട്ടിയതായ എന്തോ ഒരു ഗിഫ്റ്റ് പോലെ ലോകത്തിൽ ഇതുവരെയും മറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് അന്ത്യകാലത്തേക്ക് പ്രത്യക്ഷമായ എന്തോ സംഭവമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരുപാട് ജനങ്ങളെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ദൈവം ഒരുക്കിയതായ ചില മുഖാന്തരങ്ങളായിരിക്കും മാനുഷിക ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം പതിക്കപ്പെടുവാനും അവരെ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനും ദൈവം ഉപയോഗിക്കുന്ന അനേക മാർഗങ്ങളുണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഒരു മനുഷ്യൻ ഒരാളെ പെന്തക്കോസ്തിൽ ചേർക്കാനോ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ സാരാംശത്തിലേക്കും യാഥാർത്ഥ്യങ്ങളിലേക്കും അവനെ വളർത്തിയെടുക്കുവാൻ കൊണ്ടുവരുന്നതിന് ഉപയോഗിക്കുന്നതായ ചില വാക്കുകൾ വശീകരണമാക്കുമെന്ന് ഞാൻ പറയില്ല. കാരണം അവന് വേണ്ടി ദൈവം നിയോഗിക്കുന്ന ചില വ്യക്തമായ ചില സന്ദേശങ്ങളായിരിക്കാം അതെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ അക്കാലത്ത് വലിയ ഉണർവുകൾ പ്രത്യക്ഷപ്പെടാൻ അതിൻ്റെയൊക്കെ തലമുറകളാണ് നമ്മൾ. തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് അതിനകത്ത് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലായിരുന്നു. കഷ്ടങ്ങളുടെ നോക്കൂ, ഇന്ന് നമ്മൾ ഒരു മാർത്തോമ പള്ളിയിലോ ഒരു യാക്കോബ പള്ളിയിലോ കത്തോലിക്ക പള്ളിയിലോ CSI പള്ളിയിലോ ഒക്കെ ഇന്ന് പോയാൽ ആ പള്ളിക്ക് തന്നെ എന്ത് പ്രൗഢിയാണ്. അത് നിർമ്മിച്ചിരിക്കുന്ന നിർമ്മിതികൾ, അതിൻ്റെ കഥകളും ഓടാമ്പലുകളും അതിൻ്റെ മധുവായും അതിൻ്റെ സംവിധാനങ്ങളുമൊക്കെ ഇപ്പോഴും അതിന് യാതൊരു മാറ്റം കുറയില്ല. അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു ദൈവഭയം, പെട്ടെന്നൊരു ഒരു ഡിവൈനിറ്റി നമുക്ക് ബോധ്യമാകും. അപ്പോൾ ഒരു മുട്ടുസൂചി താഴെ വീണാൽ പോലും അവിടുത്തെ നിശബ്ദത, അത്രയ്ക്ക് ഭയത്തോടു കൂടിയുള്ള ഒരു ആരാധനാ ചട്ടങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നു പെന്തക്കോസ്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തികച്ചും ചലവിലയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ ആ മനുഷ്യരൊക്കെ ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ തികച്ചും ദരിദ്രമായ രീതിയിലേക്ക് അവൻ്റെ ഹൃദയത്തെ അത്രമാത്രം വശീകരിച്ച ചില വ്യക്തമായ ദൈവികമായ ഇടപെടലുകൾ അവൻ്റെ ഭവനത്തിൽ ഉണ്ടായി, അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് മനുഷ്യൻ കടന്നു വന്നത്. യെസ്, ഇനി അടുത്ത ചോദ്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. എൻ്റെ മുൻപിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ വളരെ നാളുകൾ ദീർഘമായി പറഞ്ഞിരുന്നാലും തീരാത്ത മറുപടികൾ അതിനൊക്കെ ഉണ്ട്. അടുത്ത ചോദ്യവുമായി ഉത്തരവുമായിട്ട് നിങ്ങളുടെ മുൻപിൽ ഞാൻ വരാം.